മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സുരക്ഷാ ജോലിക്കായി കേരള പോലീസിന് അനുവദിച്ച പുതിയ സ്പീഡ് ബോട്ട് 2.5 മാസമായി കെട്ടപ്പുറത്ത്. ബോട്ടിന്റെ വിലയായ 39.5 ലക്ഷം രൂപ ഇതുവരെ പോലീസ് ബോട്ട് നിർമ്മിച്ച കമ്പനിക്ക് നൽകിയിട്ടില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ബോട്ടിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ കമ്പനി വിസമ്മതിച്ചതോടെയാണ് പുതിയ ബോട്ട് കരയ്ക്കായത്. തേക്കടിയിൽ നിന്നും മുല്ലപ്പെരിയാറിലെത്താൻ പോലീസിന് 2 ബോട്ടുകളാണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന് തകരാറിലായി. മറ്റൊന്നിൽ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം 9 പേർക്ക് മാത്രമാണ് സഞ്ചരിക്കാൻ അനുമതിയുള്ളത്. ഇത് കണക്കിലെടുത്ത് പുതിയ സ്പീഡ് ബോട്ട് വാങ്ങാൻ പോലീസിന് സർക്കാർ അനുമതി നൽകുകയായിരുന്നു. പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സണ്ണി ബോട്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും 39 ലക്ഷം രൂപയ്ക്ക് ബോട്ട് വാങ്ങി. 180 ക്ലൂരശക്തിയുള്ള ബോട്ടിൽ 15 പേർക്ക് സഞ്ചരിക്കാം. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ബോട്ട് തേക്കടിയിലെത്തിച്ചെങ്കിലും ലൈസൻസ് കാത്ത് 6 മാസം കിടന്നു. 2024 ഒക്ടോബർ 4 ജില്ലാ പോലീസ് മേധാവി ടി.കെ. വിഷ്ണുപ്രദീപ് ബോട്ട് സർവീസ് ഉദ്ഘാടനം ചെയ്തു. പുതിയ ബോട്ടിൽ 25 മിനിറ്റ് കൊണ്ട് തേക്കടിയിൽ നിന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ എത്താൻ കഴിയുമായിരുന്നു. 20 മണിക്കൂർ യാത്ര നടത്തിക്കഴിഞ്ഞാൽ ബോട്ട് സർവീസ് ചെയ്യണം. ഇതിനായി നവംബർ മാസം കമ്പനി അധികാരികൾക്ക് പോലീസ് കത്ത് നൽകി. അപ്പോഴാണ് ബോട്ടിന് തുക നൽകിയിട്ടില്ലെന്ന കാര്യം ഉന്നത ഉദ്യോഗസ്ഥർ പോലും അറിയുന്നത്. പണം നൽകിയതിനു ശേഷം മാത്രമേ ബോട്ടിന്റെ പണികൾ നടത്തുകയുള്ളൂവെന്നും സ്വന്തം നിലയിൽ സർവീസ് നടത്തിയാൽ ഭാവിയിൽ തങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കില്ലെന്നും കാണിച്ച് പോലീസ് മേധാവിക്ക് കമ്പനി അധികാരികൾ കത്തയച്ചിട്ടുണ്ട്. ഇതോടെ ബോട്ട് കരയ്ക്കടുപ്പിച്ചു. കത്ത് കിട്ടി 2.5 മാസമാകുമ്പോഴും പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. 140 പോലീസുകാരാണ് മുല്ലപ്പെരിയാറിൽ ഡ്യൂട്ടിക്കുള്ളത്. കാര്യങ്ങൾ പോലീസ് ആസ്ഥാനത്ത് അറിയിച്ചിട്ടുണ്ടെന്നും അവിടെ നിന്നാണ് തുടർ നടപടികൾ പൂർത്തിയാക്കേണ്ടതെന്നും ജില്ലാ പോലീസ് മേധാവി ടി.കെ. വിഷ്ണുപ്രദീപ് പറഞ്ഞു. ഇടുക്കി വിഷൻ, കുമളി.